നെക്സ്റ്റ് ഗൂഗിൾ ക്രോമിനെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോം നമുക്കറിയാം ഒരു വെബ് ബ്രൗസറാണ്. ഗൂഗിളിൻ്റെ അടുത്ത് നിന്നുള്ളൊരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2008 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വേർഷൻ ഗൂഗിൾ ക്രോമിൻ്റെ ഫസ്റ്റ് വേർഷൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആയിട്ട് മാത്രമേ കമ്പാറ്റബിൾ ആയിട്ടുള്ളായിരുന്നു. പിന്നെ ലേറ്ററാണ് അത് ലിനക്സ് OS ആയിട്ടും അതുപോലെ മാക് OS, iOS ആൻഡ് ആൻഡ്രോയിഡ് ആയിട്ടൊക്കെ കമ്പാറ്റബിൾ ആയിട്ടുള്ളത്. ഇത് ഗൂഗിളിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് ഓഫ് ബ്രാൻഡ് ഗൂഗിളിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം നമ്മൾ ഗൂഗിൾ ക്രോമിനെ. അത് വെബ് ബ്രൗസർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് വെബ് ബ്രൗസർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ടു എൻ്റർ ടു ഇൻ്റർനെറ്റ്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഇൻ്റർനെറ്റിലേക്ക് നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഗൂഗിൾ ക്രോം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗൂഗിളാണെന്ന് പറഞ്ഞു. പക്ഷേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർച്ച് എഞ്ചിനാണ്. എന്നാൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസറുമാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ഗൂഗിൾ ക്രോം മറ്റുള്ള വെബ് ബ്രൗസറിന്ന് ഇതിൻ്റെ കുറച്ച് വെറൈറ്റിയാണ്. കാരണം ഇതിൻ്റെ സ്പീഡ്, അതുപോലെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ഇൻ്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി, സേഫ്റ്റി കാര്യങ്ങൾ ഗുഡ് സേഫ്റ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ വെബ് ബ്രൗസറായിട്ട് മാറിയത് ഗൂഗിൾ ക്രോം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ആപ്പ് ബേസ്ഡ് സോഫ്റ്റ്വെയർ. നമുക്കറിയാം നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ആപ്പ് എന്ന് പറയും അല്ലേ, ആപ്പ് ഓർ ആപ്ലിക്കേഷൻ. അപ്പം ദി ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ ഈസ് ദി ഓഫ് നമ്പർ ഓഫ് ഫംഗ്ഷൻ ടു ബി ക്യാരിഡ് ഔട്ട്. ആപ്പും ആപ്ലിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ആപ്പിൽ നമ്മളൊരു ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ആപ്പ് ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആപ്പ് എന്ന് പറയുന്നത്. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ആ ആപ്പ് പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റർ എന്ന ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം, വേറൊരു കാര്യത്തിന് ആ ആപ്പ് യൂസ് ചെയ്യൂല അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫംഗ്ഷനിങ് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ ആപ്പ് എന്നും, വെറൈറ്റി ഓഫ് ഫംഗ്ഷൻസ്, ഒരുപാട് ഫംഗ്ഷൻസ് ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ചെയ്യാമെങ്കിൽ അതിനെ നമ്മൾ ആപ്ലിക്കേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇനി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് അറിയാവുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മേലത്തെ ടോപ്പിക്കുകളിൽ പറഞ്ഞു, കമ്പ്യൂട്ടറിന് സോഫ്റ്റ്വെയർ രണ്ട് വിധത്തിലാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ വൺ ഓഫ് ദി ടൈപ്പാണ് നമ്മൾ പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയാണ് നമ്മൾ കാണുക? നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലൈക്ക് ഡിവൈസസിൻ്റെ അകത്ത്, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിലും അതുപോലെ ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോണിലൊക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ യൂസറും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് INC ഇറക്കിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്ന് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദി ഹാർഡ്വെയർ ആൻഡ് അതർ സോഫ്റ്റ്വെയർ ഓൺ ദി കമ്പ്യൂട്ടർ. ഇറ്റ് പെർഫോംസ് ഓൾ ദി ഫങ്ഷൻസ് വിച്ച് ആർ ഡൺ ബൈ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, മാനേജസ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് എക്സിക്യൂട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മൾ പറഞ്ഞതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മേലത്തെ ടോപ്പിക്കുകളിൽ പറഞ്ഞതാണ്. സെയിം ഫങ്ഷൻസ് തന്നെയാണ് നമ്മളെ വിൻഡോസും ചെയ്യുന്നത്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പല വേർഷൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വിൻഡോസ് 1 1985 അതുപോലെ വിൻഡോസ് 3.1 1992, then Windows 1995, Windows XP 2001, Windows Vista 2006, Windows 7 2009, Windows 8 2012, then last Windows 10 2020. ലാസ്റ്റ് നമ്മൾ 2020 വിൻഡോസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇനി മേജർ ആട്രിബ്യൂട്ട്സ് ഓഫ് വിൻഡോസ്, അതായത് വിൻഡോസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇൻട്രാക്റ്റീവ് പാക്കേജ്, അതായത് യൂസറായിട്ട് ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും വിൻഡോസ് ആണെങ്കിൽ. അതാണ് അത് ഫീച്ചർ ആർ ഈസി ആൻഡ് ക്വിക്ക് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ ഭയങ്കര ഈസിയാണ് ഇൻട്രാക്റ്റീവ് പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ മെനു ഡ്രിവൺ പാക്കേജ്,
മെനു ഡ്രിവൺ പാക്കേജ് എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് സെവറൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ലേണിംഗ് ഡിഫറെൻറ്റ് കമാൻഡ്സ്, നമുക്ക് കമാൻഡ്സും കാര്യങ്ങളൊന്നും പഠിക്കാതെ തന്നെ പെട്ടെന്നൊരു യൂസർക്ക് എന്താണ് മെനു യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ പ്രോഗ്രാം മാനേജർ MS വിൻഡോസ് എന്താണ് നമ്മുടെ പ്രോഗ്രാംസും അതുപോലെ പ്രോസസ്സിങ് ഇൻഫോർമേഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒരു മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മൾട്ടി ടാസ്കിങ് പാക്കേജ്, ഒരുപാട് ടാസ്കുകൾ ഉണ്ടെങ്കിൽ അത് സൈമിൾട്ടേനിയസ്ലി ഒന്നിന് പുറകെ ഒന്നായിട്ട് ആക്ട് ചെയ്യാനുള്ള എത്രയും ടൈം കുറച്ചിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവും വിൻഡോസിന് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ മൊബൈൽ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മാർട്ട് ഫോണിൽ കൂടുതൽ പേരും ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ എന്താ പറയുക, ആൻഡ്രോയിഡ് അല്ലാത്തവർക്കും iOSൻ്റെ ആപ്പിളിൻ്റെ iOS യൂസ് ചെയ്യുന്നവരും ഉണ്ടാവും. എന്നാലും മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആണെന്ന് പറയാം. അപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതൊരു ക്യാമറ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. പിന്നെ അത് ലേറ്റർ നമ്മുടെ ഹാൻഡ്സെറ്റിലേക്ക് മാറിയതാണ്. ഫസ്റ്റ് വന്നിട്ട് നോക്കിയാസ് സിംബെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് ബ്ലാക്ക്ബെറി ഡൊമിനേറ്റഡ് ബിസിനസ് സർക്കിളായിട്ടാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ആൻഡ്രോയിഡ് യൂസ് ചെയ്തത്. പിന്നെ ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കാലിഫോർണിയയിൽ പാലോ ആൾട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ആൻഡ്രോയിഡ് INC കമ്പനിയാണ് ആൻഡ്രോയിഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 2003. അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് 4 പേര് ചേർന്നിട്ടാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ട് വന്നിട്ടുള്ളത്. റിച്ച് മൈൻഡ്സ്, നിക്സിയസ്, ക്രിസ് വൈറ്റ് ആൻഡ് ആൻഡി റൂബിൻ, ഇങ്ങനെ 4 പേരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ളത്. പിന്നെ 2003 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2005 ഇത് ഗൂഗിൾ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. Currently, Android operating system is not only used in mobile handset but also and wearable devices. ഇപ്പോൾ നമ്മൾ ഹാൻഡ്സെറ്റിൽ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ബട്ട് ഓൾസോ ഗെയിം കൺസോൾസ്, TVs, PCs ഒക്കെ നമ്മൾ ആൻഡ്രോയിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ. ലിനക്സ് കേർണലിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും കൂടെ ആൻഡ്രോയിഡിനെ പറയാം. ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് അതിൻ്റെ ഒറിജിനൽ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ സോഴ്സ് കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം. എന്തെങ്കിലും റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണമെങ്കിലും അതുപോലെ മോഡിഫിക്കേഷൻസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിനാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Since its beginning, the original Android operating system has gone through many releases and all of them have been named alphabetically. അത് നമ്മൾ ആൻഡ്രോയിഡ് വേർഷൻസ് ആൽഫബറ്റിക് ഓർഡറിലാണ് ഓരോ ആൻഡ്രോയിഡ് വേർഷൻസും വന്നിട്ടുള്ളത്. അതിൽ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വീറ്റ്സ്, മിഠായി, ചോക്ലേറ്റ്സിൻ്റെ നെയിംസ് കൊടുത്തിട്ടാണ് ആൻഡ്രോയിഡിൻ്റെ വേർഷൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഏഞ്ചൽ കേക്ക്, വെച്ചിട്ട് ഏഞ്ചൽ കേക്കാണ് ഫസ്റ്റ് ആൻഡ്രോയിഡിൻ്റെ വേർഷൻ, ആൻഡ്രോയിഡ് 1.0. ദെൻ ബാറ്റൻബർഗ്, കപ്പ് കേക്ക്, ഡോണറ്റ്, പിന്നെ എക്ലെയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്, ഹണികോം, ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ് ആൻഡ് മാഷ്മെല്ലോ. ഇനിയുണ്ട് മാഷ്മെല്ലോ അല്ല കേട്ടോ ലാസ്റ്റ്, ആൻഡ്രോയിഡ് 6.0 അല്ല ലാസ്റ്റ്, പക്ഷേ ഇതിൽ മാഷ്മെല്ലോ വരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മാഷ്മെല്ലോക്ക് ശേഷം നോഗഡ്, ഓറിയോ ആൻഡ് പൈയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ആൻഡ്രോയിഡ് വേർഷൻസാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആൻഡ്രോയിഡ് ഇത്രയും പോപ്പുലാരിറ്റി ആവാൻ കാരണം ഇതിൻ്റെ ഓപ്പൺ സോഴ്സ് ഫീച്ചറാണ്. ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അതുപോലെ ആപ്പുകൾ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ടാണ് പറയുന്നത്. അത്രയും പോപ്പുലർ ആവാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്.
അതുപോലെ ആൻഡ്രോയിഡ് ഒരുപാട് വേർഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് വേർഷൻസ് കംപ്ലൈൻ്റ് ആയിരുന്നു. പെട്ടെന്ന് വേർഷൻസ് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ലാർജ്ലി ഹാർഡ്വെയർ വേരിയേഷൻസും അതുപോലെ കുറേ ഡിലേസും ഒക്കെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആൻഡ്രോയിഡ് വേർഷൻസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വേർഷൻസ് കുറഞ്ഞ കാലയളവിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. പിന്നുള്ളൊരു ആൻഡ്രോയിഡിൻ്റെ ഫീച്ചർ എന്ന് വെച്ചാൽ ഇൻ്റർഫേസ് ഓഫ് ആൻഡ്രോയിഡ് ഈസ് ടച്ച് ഇൻ്റർഫേസ്. നമുക്ക് ഡയറക്റ്റ് മാനിപ്പുലേഷൻ എന്താണ് അവൈലബിൾ ആണ്. നമുക്ക് യൂസർക്ക് ഇഷ്ടമുള്ള തരത്തിൽ നമുക്ക് ഐക്കൺസും കാര്യങ്ങളൊക്കെ എന്താണ് കണ്ടാൽ തന്നെ, അതായത് ആർക്ക് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാൾക്ക് പോലും ആൻഡ്രോയിഡ് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഐക്കൺസ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. അതുപോലെ ടച്ച് സ്ക്രീനിൽ സ്വൈപ്പ് ചെയ്യാനും ടാപ്പ് ചെയ്യാനും പിൻ ചെയ്യാനൊക്കെ ഈസിയാണ്. അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ് ബാർ നമുക്ക് യൂസർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസബിൾ ആണ്. വിച്ച് മീൻസ് യൂസർ ക്യാൻ ഡിസൈഡ് വിച്ച് ഓഫ് ദി ഫംഗ്ഷനാലിറ്റീസ് ഷുഡ് ബി വിസിബിൾ ഓൺ ദി സ്റ്റാറ്റസ് ബാർ. ഏത് ഫംഗ്ഷനാലിറ്റിയാണ് സ്റ്റാറ്റസ് ബാറിൽ ഷോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. The status bar can be pulled out to reveal a notification screen which allows the user to tap on icon, the notification in order to accessing corresponding apps and widgets further. Okay. Then Android operating system in conjunction with device hardware and various onboard sensors like GPS, orientation sensor, accelerometer, gyroscopes, barometers. എന്താ പറയുകയെന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്താണ് ഒരുപാട് എന്താണ് ഡിവൈസ് ഹാർഡ്വെയർ ആൻഡ് വേരിയസ് ഓൺബോർഡ് സെൻസർ അതായത് സെൻസേഴ്സ്, ഒരുപാട് തരത്തിലുള്ള സെൻസറുകൾ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. GPS അതുപോലെ ഓറിയൻറ്റേഷൻ സെൻസേഴ്സൊക്കെ പോലെയുള്ള ഒരുപാട് സെൻസേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ആൻഡ്രോയിഡിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ആ ആപ്പുകളൊക്കെ ആൻഡ്രോയിഡ് SDK ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. യൂസിങ് C or C++, ജാവ ആൻഡ് ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടാണ് ഈ ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ആപ്സ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഒരുപാട് ആപ്സ് നമുക്ക് ഫ്രീ ആണെങ്കിലും എന്നാൽ പെയ്ഡ് ആയിട്ടുള്ള ആപ്പുകളും നമുക്കതിൽ ഉണ്ട്. ഓക്കെ. ആൻഡ്രോയിഡിൻ്റെ ഹാർഡ്വെയർ ടെക്നോളജിയും അതുപോലെ ബാറ്ററി കപ്പാസിറ്റി, റാം സൈസ് ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ്ലി ആൻഡ്രോയിഡിന് ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ വേണ്ടി കാരണമാണ്. ഭയങ്കര എഫക്റ്റീവാണ് നമുക്ക്. അതുപോലെ ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസും യൂട്ടിലിറ്റീസിൻ്റെ ഒക്കെ ടേംസിൽ ആൻഡ്രോയിഡ് ഭയങ്കരമായിട്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഗ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് ബേസ്ഡ് ഓൺ ലിനക്സ് കേർണൽ ഓൺ ടോപ്പ് ഓഫ് വിച്ച് ലേസ് മിഡിൽ വെയർ. അതായത് ലിനക്സ് കേർണലിൻ്റെ ബേസിലാണ് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ ആർക്കിടെക്ചർ ഓഫ് ആൻഡ്രോയിഡ് OS പറയുകയാണെങ്കിൽ വെരി റോബസ്റ്റ് ആണ്. അതുപോലെ സ്ട്രോങ് വെൻ കമ്പയർഡ് വിത്ത് അതർ മൊബൈൽ OS. അതർ മൊബൈൽ OSകളെ സംബന്ധിച്ചിടത്തോളം ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഭയങ്കര റോബസ്റ്റ് ആൻഡ് സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ. നെക്സ്റ്റാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത്. നമുക്കറിയാം ആൻഡ്രോയിഡ് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെയിമിൽ തന്നെ പറയുന്നുണ്ട്, ഫ്രീ മീൻസ് പെയ്ഡ്, അതായത് നമുക്ക് കോസ്റ്റ് ഒന്നുമില്ല, സീറോ കോസ്റ്റും. അതുപോലെ ഓപ്പൺ മീൻസ് സീറോ റെസ്ട്രിക്ഷൻസും അതുപോലെ പേയ്മെൻ്റ് ഒന്നും ഇല്ലാത്ത സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ യൂസ് ചെയ്യാനും അതായത് അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും നമ്മളേതായിട്ടുള്ള വേർഷൻസ് നമുക്ക് കൊടുക്കാനും ഒന്നുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ഫ്രീ ഓഫ് കോസ്റ്റും അതുപോലെ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ മാനർ ഓഫ് ഇറ്റ്സ് യൂസിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ഫ്രീ ആൻഡ് ഓപ്പൺ സെപ്പറേറ്റ്ലി ആസ് വെൽ ആസ് സൈമിൾട്ടേനിയസ്ലി. സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് നെയ്തർ ഫ്രീ നോർ ഓപ്പൺ ക്യാൻ ബി ക്ലോസ്ഡ് സോഴ്സ് ആൻഡ് ഓർ പ്രൊപ്പറേറ്ററി ഇൻ നാച്ചർ. അപ്പം ഫ്രീയും ഓപ്പൺ
ഫ്രീ ആൻഡ് ഓപ്പൺ ഫ്രീ ആണ് എന്നാൽ ഓപ്പൺ അല്ലാത്തതിന് നമ്മൾ എന്ത് പറയും? ക്ലോസ്ഡ് സോഴ്സ് ആൻഡ് പ്രൊപ്പറേറ്ററി ഇൻ നാച്ചർ എന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. ദർ എക്സിസ്റ്റ് മെനി ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സം ഓഫ് ദം ആർ ലിനക്സ്, അതുപോലെ ആൻഡ്രോയിഡ്, MySQL, പൈത്തൺ, PHP, ഓപ്പൺ ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, വേർഡ് പ്രസ്, ഇതൊക്കെ നമ്മൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തുക. ഓക്കെ, റിച്ചാർഡ് മാത്യു സ്റ്റാൾമൻ എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹമാണ് ഈ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഇറക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് GNU എന്ന് പറഞ്ഞിട്ടുള്ളത്. GNU ലിനക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. അതുപോലെ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, ജിംബ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു GNU പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തപ്പോഴാണ് 1983 മൂപ്പർ അനൗൺസ് ചെയ്തപ്പോഴാണ് എന്താണ് അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിൻ്റെ അതിനുശേഷം 1983 ശേഷം പിന്നെ ലിനക്സ് കേർണലിൻ്റെ വരവോടുകൂടി ലിനസ് ടോർവാൾഡ്സ് ഇതിനെ വീണ്ടും ഓപ്പൺ ലിനക്സ് കേർണൽ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അത് ഡെവലപ്പ് ചെയ്തു, അതിനെ വീണ്ടും തുടർന്നു. ദെൻ വിത്ത് അതർ സിമിലർ ഇനിഷ്യേറ്റീവ് ദാറ്റ് കം ആൻഡ് കെയിം ആൻഡ് വൺ ബൈ വൺ ലേറ്റർ. ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് വാസ് ഫൗണ്ടഡ് ഇൻ ഇന്ത്യ 1998. അതുപോലെ അതിങ്ങനെ തുടർന്നുകൊണ്ട് വന്നു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. ഹവർ ദർ ഹാസ് ബീൻ മച്ച് ഓപ്പോസിഷൻ ടു ഫോഴ്സ്, അതായത് ഫോഴ്സിനെതിരെ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സിസ്റ്റത്തിനെതിരെ, സോഫ്റ്റ്വെയറിനെതിരെ ഒരുപാട്, അതായത് പ്രൊപ്പറേറ്ററി കമ്പനികൾ വെറുതെ ഇരിക്കില്ലല്ലോ, അത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് അവർ ഒരുപാട് ഒപ്പോസിഷൻ ഇതിനെതിരെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണൽ അതായത് അതിൻ്റെ കോഡ് പബ്ലിക് ഡൊമൈനാണ്. അതുപോലെ ഒരുപാട് സെക്യൂരിറ്റി ഇതെന്നൊക്കെ നമുക്ക് കുറവായിരിക്കും അല്ലേ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, മോഡിഫൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി കുറവായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഫ്രീ ഒന്നല്ല, അതായത് പെയ്ഡ് അല്ല, പക്ഷേ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ പെർമിസിബിൾ ആണ് മോഡിഫിക്കേഷൻ. നമ്മളെന്തെങ്കിലും മോഡിഫൈ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് മോഡിഫിക്കേഷന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഓൾറെഡി ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനുള്ളിൽ നിന്നുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അതായത് വൺ ഓഫ് സച്ച് ലൈസൻസസ് GNU GPL, ജനറൽ പബ്ലിക് ലൈസൻസ്. ഫോർ യുണിക്സ് ദി കൺസേൺ ലൈസൻസ് വാൾ കോൾഡ് BSD ലൈസൻസ്. യുണിക്സിനെ ഈ ലൈസൻസ് യുണിക്സിൻ്റെ കാര്യത്തിൽ ഈ കൺസേൺ ലൈസൻസിൻ്റെ പറയുന്ന പേരാണ് BSD ലൈസൻസ്. And other similar licenses are Apache license, Eclipse public license, Mozilla public license. ഇതിനൊക്കെ ലൈസൻസ് ഉണ്ട്. ഫോഴ്സ് has been facing constraints mainly due to limited funding for its project, along with the competition from proprietary software which offers regular updates and robust maintenance mechanism. ഫോഴ്സ് ഒരുപാട് കൺസ്ട്രെയിൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയറുകളുടെ പിന്നെ അവരുമായിട്ടുള്ള കോമ്പറ്റീഷൻ, അതായത് അവർ ഒരുപാട് അപ്ഡേറ്റ്സും അതുപോലെ റെഗുലർ അപ്ഡേറ്റ്സും അതുപോലെ റോബസ്റ്റ് സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇന്നും നമ്മുടെ ഫോഴ്സ്, അതായത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി ഗൂഗിൾ പ്ലേ സ്റ്റോർ. നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നൊരു ആപ്പാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗൂഗിൾ പ്ലേ സ്റ്റോർ ഈസ് എ ഡിജിറ്റൽ സർവീസ് ദാറ്റ് ഈസ് ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ഗൂഗിൾ ഓൺ ഇറ്റ്സ് ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർവീസാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് ആൻഡ്രോയിഡ് റണ്ണിങ് ആപ്ലിക്കേഷൻ, ഗെയിംസ്, മ്യൂസിക്, മൂവി റെൻ്റൽസ്, books and many more that users can browse, download and install on their Android mobile devices. ഒരുപാട് റണ്ണിങ് ആപ്ലിക്കേഷൻസ്, ഗെയിംസ്, അതുപോലെ മ്യൂസിക്, മൂവി റെൻ്റൽസ്, ബുക്സ്, അതുപോലെ നമുക്ക് അതൊക്കെ ബ്രൗസ് ചെയ്യാനും അതുപോലെ എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും നമ്മളെ മൊബൈൽ ഡിവൈസസിൽ ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ വേണ്ടി പറ്റും. ഓൾ ദീസ് ആപ്സ് ആർ
ഡെവലപ്ഡ് യൂസിങ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് SDK. ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ആപ്പുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് പബ്ലിഷ്ഡ് ത്രൂ ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലേ സ്റ്റോറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഈ SDK യൂസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോർ വഴി നമുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. സം ഓഫ് ദി കണ്ടൻറ് ഏരിയ പെയ്ഡ് വെറസ് സം ഫോർ ഫ്രീ ഡൗൺലോഡ്. ചിലത് നമുക്ക് എന്താണ് പെയ്ഡാണ്, ചിലത് നമുക്ക് എന്താക്കാം ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആണ്, ചിലത് നമുക്ക് പെയ്ഡ് ആക്കിയിട്ടും കൊടുക്കാം. ഗൂഗിൾ ഓർ ദി കൺസേൺ ആപ്പ് ഡെവലപ്പർ സ്പെസിഫൈ സെപ്പറേറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ഓർ ത്രൂ ദി നെറ്റ്വർക്ക് കാരിയർ ഫോർ ദി പെയ്ഡ് കണ്ടൻറ്റ്. പെയ്ഡ് കണ്ടൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഗൂഗിളും അതുപോലെ ആപ്പ് ഡെവലപ്പറും കൂടെ കൂടിയിട്ടാണ് എന്താണ് പേയ്മെൻറ്റ് കണ്ടൻറ്റ്സ് കൊടുക്കുന്നത്. ഗൂഗിൾ പ്ലേ സ്റ്റോർ ആസ് ഏർലിയർ നോൺ ആസ് ആൻഡ്രോയിഡ് മാർക്കറ്റ് വിത്ത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോർ ബുക്സ് കോൾഡ് ഗൂഗിൾ ഇ-ബുക്ക് സ്റ്റോർ. ഓക്കെ, ആൻഡ് മ്യൂസിക്. അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇതിന് മുന്നേ അറിയപ്പെട്ടിരുന്നത് ആൻഡ്രോയിഡ് മാർക്കറ്റ് എന്നാണ്. പക്ഷേ അതിൽ ബുക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ഇ-ബുക്ക് സ്റ്റോറും അതുപോലെ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഗൂഗിൾ മ്യൂസിക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഒരു ഐക്കൺ അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ലേറ്റർ ആദ്യം മ്യൂസിക്കിനും ഇ-ബുക്കിനും മറ്റു ആപ്പുകൾക്കും വേണ്ടിയിട്ട് വെവ്വേറെ ആയിരുന്നെങ്കിലും പിന്നെ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നും കൂടെ ഫങ്ഷനാലിറ്റീസ് കമ്പൈൻ ചെയ്തിട്ട് പ്ലേ സ്റ്റോറായിട്ട് മാറിയിട്ടുള്ളത്. നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലൊരു ആപ്പ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എന്താ പറയുക അതിലേക്ക് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡെവലപ്പർ അതിലേക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് എന്തെങ്കിലും ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ഓപ്പൺ ചെയ്യണം, ഒരു ഗൂഗിൾ പേ ഡെവലപ്പർ കൺസോൾ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഏതൊക്കെ കൺട്രീസിൽ ഈ ഒരു ആപ്പ് അവൈലബിൾ ആവണം, യൂസർക്ക് അവൈലബിൾ ആവണം എന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആ ഒരു അക്കൗണ്ട് വഴിയാണ്. അതുപോലെ ഇറ്റ് നീഡ് ടു ബി നോട്ടഡ് ദാറ്റ് ഗൂഗിൾ പ്ലേസ് സം റെസ്ട്രിക്ഷൻസ്. അതുപോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ തരം ആപ്പുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതായത് സെക്ഷലി എക്സ്പ്ലിസിറ്റഡ് കണ്ടൻറ്റ്, ചൈൽഡ് എൻഡാങ്ക്രിമെൻറ്റ്, പിന്നെ വയലൻസ്, ബുള്ളിങ് ആൻഡ് ഹറാസ്മെൻറ്റ്, ഇതുപോലുള്ള ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളൊന്നും നമുക്ക് പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അഥവാ ഇതുപോലുള്ള ആപ്പുകളൊക്കെ എന്തെങ്കിലും ഇതുവഴി അതിലുണ്ടെങ്കിൽ ഗൂഗിൾ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതുപോലുള്ള എല്ലാ ഫയലുകളും ഡിലീറ്റ് ആക്കിയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗൂഗിൾ പ്ലേയിൽ ഗെയിം ഫീച്ചർ ഉണ്ട്. ഗെയിമിംഗ് ഫീച്ചറിലും സിംഗിൾ പ്ലെയറായിട്ടും റിയൽ ടൈം മൾട്ടി പ്ലെയറായിട്ടൊക്കെ ഗെയിം കളിക്കാനുള്ള ക്യാപ്പബിലിറ്റീസ് ഗൂഗിൾ പ്ലേയിൽ അവൈലബിൾ ആണ്. അതുപോലെ ഗൂഗിൾ പ്ലേ മ്യൂസിക്, അതുപോലെ ഗൂഗിൾ പ്ലേ മൂവി, ഇതൊക്കെ അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും നമുക്ക് മൂവീസും അതുപോലെ മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള ആ ഒരു പ്ലാറ്റ്ഫോമും ഗൂഗിൾ പ്ലേ സ്റ്റോർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പാറ്റൻറ്റ് പോലുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഗൂഗിൾ പ്ലേയിൽ നമുക്ക് പാറ്റൻറ്റ് പ്രശ്നങ്ങളും അതുപോലെ ഒരാളുടെ ആപ്പ് മറ്റൊരാൾ പകർത്തിയിട്ട് മറ്റൊരാൾ യൂസ് ചെയ്യുക, അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഗൂഗിൾ പ്ലേയിൽ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഗൂഗിൾ പ്ലേൻ്റെ ഫീച്ചേഴ്സ് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഫീച്ചേഴ്സ് കാരണം ഇന്നും ഗൂഗിൾ പ്ലേ എന്ന് പറയുന്നത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അക്വയർഡ് ഓർ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ. നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോൾ 2 തരം സോഫ്റ്റ്വെയർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും രണ്ടാമത്തേതാണ് അക്വയർഡ് ഓർ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
ഇതെന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. എന്താണ്, യൂസറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ദി ഓർഗനൈസേഷൻ ഹു റിക്വയർമെൻറ്റ്സ് ആർ സ്പെസിഫിക് ടു ദെയർ ഓൺ ബിസിനസ് ദെൻ ദേ ആസ്ക് ഡെവലപ്പേഴ്സ് ടു കം അപ്പ് വിത്ത് സോഫ്റ്റ്വെയർ ഹാവിങ് ദി സെയിം ഫീച്ചർ. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറെ സമീപിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ അക്കൈഡ് ഓർ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. കസ്റ്റമൈസ്ഡ് ആണ്. ദർ ഈസ് സം സോഫ്റ്റ്വെയർ അവൈലബിൾ ഓൺലൈൻ ഹൂസ് ഫ്രീ വേർഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ യൂസിങ് ഇറ്റ് ഫോർ എ ലോങ്ങർ ടൈം. ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അതുപോലെ ചെറിയൊരു കാലയളവിൽ മാത്രമേ നമുക്കത് എന്താവുള്ളൂ, ഫ്രീ ആയിട്ട് മാറുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടി വരും. There are other ways also which are used by software developers to provide the utilities of that software, like customized and tailor made. ഇപ്പോൾ പറഞ്ഞ പോലെ the customized software is required some specific function which can be which an organization or person need to perform. ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു പേഴ്സണിനോ അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണ്. ദി ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ക്യാൻ ബി ഡെവലപ്ഡ് യൂസിങ് ഇൻ ഹൗസ് ഡെവലപ്പേഴ്സ് ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഔട്ട്സോഴ്സ്ഡ് ഫ്രം അതർ എക്സ്പേർട്സ്. സം എക്സാമ്പിൾസ് ക്യാൻ ജിമെയിൽ, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കൊക്കെ നമ്മുടെ ടൈലർ മെയ്ഡ് അല്ലെങ്കിൽ ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾസാണ്. അതായത് നമ്മളെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാനൊരു ഡെവലപ്പർക്ക് കൊടുക്കും. ആ പിന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാലം അതർ എക്സ്പേർട്സിന് ഔട്ട്സോഴ്സ്ഡ് അതായത് ഞാൻ പറഞ്ഞു വന്നത് ഒരു കസ്റ്റമർക്ക് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ഒരു ഡെവലപ്പർ അടുത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ലേറ്റർ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പേർട്സിൻ്റെ അകത്തുനിന്ന് അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് ജിമെയിലും മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കൊക്കെ കസ്റ്റമൈസ്ഡ് ആൻഡ് ടൈലർ മെയ്ഡിന് എക്സാമ്പിൾസാണ്. നെക്സ്റ്റ്, റെഡി ടു യൂസ് ഓർ പ്രീ റിട്ടൺ സോഫ്റ്റ്വെയർ. അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളാണ് റെഡി ടു യൂസ് എന്ന് പറയുന്നത്. ദീസ് ആർ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ പാക്കേജസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് അക്കോർഡിംഗ് ടു ദെയർ റിക്വയർമെൻറ്റ്സ്. പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്രീ ആണ്. അതുപോലെ നമുക്ക് മോഡിഫൈ ചെയ്യാനും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയറിനെ നമ്മൾ പബ്ലിക് ഡൊമൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയും. അടുത്തത് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ലേറ്റിംഗ് ദി പ്രോഗ്രാമേഴ്സ് ഇൻസ്ട്രക്ഷൻ ടു എ ഫോം ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ബൈ എ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ പറഞ്ഞതാണ്, കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലേ എന്താവുള്ളൂ, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജിലേക്ക് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Okay, the programmers use different computer languages which are translated by language processor for execution. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിനകത്തേക്ക് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ C++, ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്താണോ നമ്മൾ കൊടുത്തതെന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. അപ്പോൾ ആ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സിസ്റ്റം സോഫ്റ്റ്വെയർ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് അല്ലെങ്കിൽ പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുക. അതിനെ ലാംഗ്വേജ് പ്രോസസ്സർ യൂസ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡ്, അതായത് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിനെയാണ് പിന്നെ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തിരിച്ചു തരുന്നത്. Okay, the 3 different language processors are compiler, interpreter, assembler. 3 തരം ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആണ് നമുക്കുള്ളത്. കമ്പൈലർ, ഇൻ്റർപ്രറ്റർ ആൻഡ് അസംബ്ലർ. ഓക്കെ,
അടുത്തത് ഡിവൈസ് ഡ്രൈവേഴ്സാണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഹാർഡ്വെയർ ഡ്രൈവർ വിച്ച് ഹെൽപ്സ് വൺ ഓർ മോർ ഹാർഡ്വെയർ ഡിവൈസസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഹാർഡ്വെയർ ഡിവൈസസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ പറയുന്ന പേരാണ് ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ്ലേറ്റർ ദാറ്റ് ഹെൽപ്സ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഇൻസ്ട്രക്ഷൻ ഇൻ ദി ലാംഗ്വേജ് ഇൻ വിച്ച് ദി സിസ്റ്റം ക്യാൻ അണ്ടർസ്റ്റാൻഡ്. സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ട് ഡിവൈസസിനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ ട്രാൻസ്ലേറ്ററായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതും ആരാണ്? ഡിവൈസ് ഡ്രൈവേഴ്സാണ്. ദി ഡിവൈസ് ഡ്രൈവേഴ്സ് ആർ എയ്തർ പ്രൊവൈഡഡ് ബൈ മാനുഫാക്ചേഴ്സ് ഓർ ആൻ ബിൽറ്റ് ഇൻ കമ്പോണൻസ് ഓഫ് OS. അതായത് ഒന്നുകിൽ മാനുഫാക്ചർ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ OSൻ്റെ കൂടെ കമ്പാറ്റബിൾ ആയിട്ടുള്ള കമ്പോണൻ്റ് ആയിട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടാവും. രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈസ് ഡ്രൈവേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു ഹാവ് ഡിവൈസ് ഡ്രൈവേഴ്സ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ്. കമ്പ്യൂട്ടറിൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഡിവൈസ് ഡ്രൈവേഴ്സ് ഉണ്ടാവുക എന്നുള്ളത് എസെൻഷ്യലാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ യൂട്ടിലിറ്റീസ്. A utility program is basically built to perform specific tasks like run desktop program which is used for specific purpose, and some commands are being given in order to have desired result. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഡെസ്ക്ടോപ്പ് പ്രോഗ്രാംസ് റൺ ചെയ്തിട്ട് ഡിസൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചില കമൻറ്റ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് വെച്ചിട്ടാണ് നമ്മൾ കമൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഫയൽസ് ഫൈൻഡ് ചെയ്യാനും, അതുപോലെ സിസ്റ്റം പ്രോബ്ലംസ് റിപ്പയർ ചെയ്യാനും, ഹാർഡ് ഡ്രൈവ് ക്ലീൻ ചെയ്യാനും, അതുപോലെ വെർച്വലായിട്ട് ഫയൽസൊക്കെ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലിറ്റീസാണ് യൂസ് ചെയ്യുക. അതുപോലെ ഡാറ്റ റിക്കവറി, ബാക്കപ്പ് യൂട്ടിലിറ്റി, ഡിസ്ക് ഫോർമാറ്റിംഗ്, ഫയൽ കൺവേർഷൻസ്, ഡെസ്ക്ടോപ്പ് എൻഹാൻസ്മെൻറ്റിനൊക്കെ നമ്മൾ യൂട്ടിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണെന്ന് പറഞ്ഞു. രണ്ട് തരം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളാണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതുപോലെ ഒരുപാട് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് പോലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ബ്ലോക്ക് 1, ഈ ഒരു യൂണിറ്റോട് കൂടി ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിൽ കാണാം. ഓക്കെ, ഫസ്റ്റ് വൺ, യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസ് ഇസ് ദ പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് അലൗസ് എ യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് കമ്പ്യൂട്ടർ ഫോർ ആക്സസിങ് ഫയൽസ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ഫയൽസൊക്കെ ആക്സസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് യൂസർ ഇൻ്റർഫേസാണ്. 2 ടൈപ്സ് ഓഫ് യൂസർ ഇൻ്റർഫേസ് ആണുള്ളത്. ഒന്ന് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും അതുപോലെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസും. അത് GUI, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് നമുക്ക് മോസ്റ്റ് കോമൺലി യൂസർ ഇൻ്റർഫേസ് ആണ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വിംബ്, വിൻഡോസ്, ഐക്കൺസ്, മെനൂസ് ആൻഡ് പോയിൻറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, അതായത് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏതൊരു കമ്പ്യൂട്ടർ അറിയാത്ത ഏതൊരു സ്മാർട്ട് ഫോണിൽ നോക്കാം. സ്മാർട്ട് ഫോൺ നമ്മൾ ഏത് പ്രായം ആയവർക്കും ഏജ് ലിമിറ്റ് ഒന്നുമില്ല, അല്ലെ, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോലത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വന്ന ടെക്നിക്ക് വഴിയാണ് അത് അങ്ങനെ ആക്കിയിട്ടുള്ളത്. അതായത് നമുക്കിപ്പോൾ നമ്മളെ ഫോണിലുള്ള ഫോട്ടോസൊക്കെ കാണാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഗാലറിയിൽ സ്റ്റോർ ചെയ്യും. ഗാലറി ഏത് ആപ്പാണ് ഗാലറി എന്നുള്ളത് നമുക്ക് പെട്ടെന്നൊന്നും കുറേയൊന്നും തപ്പേണ്ട ആവശ്യമില്ല. ഗാലറി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പിക്ചർ കൊടുത്തിട്ട് ഒരു ഐക്കണാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോസ് കിട്ടും നമുക്ക്, അല്ലേ. അതുപോലെ ക്ലോക്ക് എടുക്കണം എന്ന് വിചാരിച്ചാൽ ക്ലോക്കിൻ്റെ ഐക്കൺ വരുന്ന ആപ്പ് നമുക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ അത് ക്ലോക്കാണെന്ന് മനസ്സിലാവും. അതായത് യൂസർക്ക് കൂടുതൽ മനസ്സിലാവുന്ന രീതിയിൽ ഗ്രാഫിക്സ്, ഐക്കൺസും ഒക്കെ കൊടുത്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്നതിനാണ് എന്ത് പറയുക,
ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതും എന്താണ്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. യൂസർ ഇൻ്റർഫേസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്നുള്ളത് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ അത്രയും നോളേജ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ഇൻസ്ട്രക്ഷൻസും കമാൻഡ്സും ഒക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം അതിൻ്റെ നോളേജ് ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് മാനേജ്മെൻ്റ് ആണ്. A process is a program in execution which needs certain resources including CPU, time, memory, files in order to complete a task. A process എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിക്യൂഷൻ പ്രോസസ്സിങ്ങിൽ നിന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതായത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണോ അവരെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ആ പ്രോസസ്സിന് എന്തൊക്കെ വേണ്ടി വരും? CPU ടൈം വേണ്ടി, എനിക്ക് ഇത്ര ടൈം ഈ ഒരു പ്രവർത്തനം, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് ചെയ്യാൻ എനിക്ക് ഇത്ര ടൈം വേണം, ഇത്ര മെമ്മറി വേണം എന്നുള്ളതൊക്കെ ആ പ്രോസസ്സ് തീരുമാനിക്കും. അപ്പോൾ എന്താണ്, CPUവിന് ഇപ്പോൾ ഒരു ഒരാൾക്ക് ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ആ 5 മിനിറ്റ് ടൈമിലേക്ക് വേറെ ആർക്കും CPU യൂസ് ചെയ്യാൻ പാടില്ല. അത് തീരുമാനിക്കുന്ന ആൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോംസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു പ്രോസസ് മാനേജ്മെൻറ്റ്. പ്രോസസ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് വെച്ചാൽ, അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ടു പ്രോസസ്സിന് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുക. അതായത് മെമ്മറി, CPU, IO ഡിവൈസസ് പോലെയുള്ള റിസോഴ്സസ് ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ ക്രിയേറ്റിംഗ് ആൻഡ് ഡിലീറ്റിംഗ് ദി പ്രോസസ്സ്. ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പ്രോസസ്സിനെ ഡിലീറ്റ് ചെയ്യുന്നതും ആരാണ്? OS തന്നെയാണ്. ഷെയറിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻ ത്രൂ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും അറ്റ് എ ടൈമിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരുപാട് പ്രോസസ്സുകൾക്കിടയിൽ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യലും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് OS ആണ്. അതുപോലെ ക്രിയേറ്റിംഗ് സിങ്ക്രണൈസേഷൻ വിത്ത് ദി പ്രോസസ്സ്. ഓക്കെ, ഇത്രയും 4 ഫങ്ഷൻസാണ് വിത്ത് റെസ്പെക്ട് ടു പ്രോസസ് മാനേജ്മെൻറ്റിൽ OS ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫയൽ മാനേജ്മെൻറ്റ്. എ ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഓൺ ദി സെക്കൻഡറി സ്റ്റോറേജ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദിസ് ലോങ് റൺ റിക്വയർമെൻറ്റ് ഓഫ് ദി ഇൻഫർമേഷൻ. അതായത് ഒരുപാട് ഒരുപാട് ലെങ്തി, അതായത് കുഞ്ഞു ഫയലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യാം. സെക്കൻഡറി ഡിവൈസിൽ സ്റ്റോർ ചെയ്യുന്ന ഫയലുകളും മാനേജ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഫയൽ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ്സ് കീപ്പിംഗ് എ ട്രാക്ക് ഓഫ് ഫിസിക്കൽ ലൊക്കേഷൻ ഓഫ് ഫയൽസ് ഫോർ ഓർഗനൈസിങ് ദം ഇൻടു ഡയറക്ടറീസ് ഓഫ് ഈസി ആക്സസിബിലിറ്റി. അതായത് ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് ഫയലുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഫയലുകളൊക്കെ അതിൻ്റെ ഒരു ഫിസിക്കൽ ലൊക്കേഷൻ വെച്ചിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നതും, അതുപോലെ നമുക്ക് ആവശ്യമുള്ള ടൈമിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യുന്നതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്. പ്രൈമറി മെമ്മറി വേർ ലാർജ് അറേ ഓഫ് ബൈറ്റ്സ് ഓർ വേർഡ്സ് ആർ ബീങ് സ്റ്റോർഡ് ഇൻ മാനേജ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് പറയുക. അപ്പോൾ അതിൽ ഒരുപാട് ലാർജ് ഓർഗനൈസേഷൻ ആവശ്യമാണ്, ഒരുപാട് ഫയലുകൾ അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ OS ആണ്. ദി പ്രോഗ്രാം വിച്ച് നീഡ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഹാസ് ടു ബി സ്റ്റോർഡ് ഇൻ ദി മെയിൻ മെമ്മറി ആൻഡ് ദിസ് മെമ്മറി ക്യാൻ ബി ഡയറക്ട്ലി ആക്സസ്ഡ് ബൈ ദി CPU. അതായത് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാംസിനെ CPUവിന് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, അതുപോലെ ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതും അലോക്കേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? നമ്മുടെ OS ആണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ, നെക്സ്റ്റ് മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്ടിലിറ്റീസ് ആൻഡ് അതർ ഫങ്ഷൻസ്. ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്സ് യൂസേഴ്സ് ബൈ പ്രൊവൈഡിംഗ് സോഫ്റ്റ്വെയർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഫയൽസ്, ഡയഗ്നൈസിങ് ആൻഡ് റിപ്പയറിംഗ് സിസ്റ്റം പ്രോബ്ലംസ്, ക്ലീനിങ് അപ്പ് ദി ഹാർഡ്വെയർ ഓഫ് എ സിസ്റ്റം. അതായത് ഇതൊക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ മെമ്മറി ഫുള്ളായാൽ സ്പേസ് ക്ലീൻ ചെയ്യുക, അതുപോലെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന പ്രവർത്തനം, അതായത് എന്തെങ്കിലും ഫോൾട്ട് ഡയഗ്നോസ് വന്നാലോ എന്തെങ്കിലും ചെറിയ ഹാങ് ആവുകയോ അല്ലെങ്കിൽ
എന്തെങ്കിലും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നാലോ അതൊക്കെ സോൾവ് ചെയ്യുന്നത് ആരാണ്? യൂട്ടിലിറ്റീസ് വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. Okay, some other important functions include security management, CPU time management, device management, job accounting, error detecting and virus protection. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുപാട് തരത്തിലുണ്ട്. നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിൻഡോസ് ആണ്. പിന്നെ ലിനക്സ് ഉണ്ട്, യൂണിക്സ് ഉണ്ട്, ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഉണ്ട്, പിന്നെ അതുപോലെ iOS ഉണ്ട്, ഒരുപാട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതായത് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഓരോ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ഹാവ് ഇറ്റ്സ് യൂട്ടിലിറ്റി ആൻഡ് എക്സ്പ്ലെയിൻഡ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ, ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 4 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കറിയാം കമ്പ്യൂട്ടറിന് മേജറായിട്ട് 2 കമ്പോണൻസ് ആണുള്ളത്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അതിൽ ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെ ഫിസിക്കൽ ആയിട്ടുള്ള പാർട്ടിനെ, കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയാം. അതായത് ടാഞ്ചിബിൾ ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയും. അപ്പോൾ ആ ഹാർഡ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ എന്താവശ്യമാണ്? സോഫ്റ്റ്വെയർ ആവശ്യമാണ്. അപ്പോൾ ഹാർഡ്വെയർ കൺട്രോൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിന് നമ്മൾ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ 2 മേജർ കമ്പോണൻസ് ആണ് കമ്പ്യൂട്ടറിനുള്ളത്. അപ്പോൾ അതിൽ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഈസ് എ ജനറിക് ടേം ഫോർ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാലേ കമ്പ്യൂട്ടർ അതിനനുസരിച്ച് പ്രവർത്തിക്കുള്ളൂ. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചാണ് കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ വെറുതെ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ വഴിയാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ യൂസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഓർ സ്പെസിഫിക് ടാസ്ക്. ഓക്കെ, അതാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പം സോഫ്റ്റ്വെയർ 2 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണുള്ളത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, ഡിവൈസ് ഡ്രൈവേഴ്സ് ആൻഡ് യൂട്ടിലിറ്റീസ് ആണ്. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും അതുപോലെ അക്വയർഡ് ഓർ ടൈലർ സോഫ്റ്റ്വെയറാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഡിസ്കസ് ചെയ്യാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് സിസ്റ്റം സോഫ്റ്റ്വെയർ ആക്ട് ആസ് എൻ ഇൻ്റർമീഡിയേറ്ററി ബിറ്റ്വീൻ ദി കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ. സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെയും കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അതായത് ആ സോഫ്റ്റ്വെയർ ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ സോഫ്റ്റ്വെയർസിനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. System software includes set of programs which carry out the task of operating and managing computer hardware system. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഞാൻ പറഞ്ഞു 2 മേജർ കമ്പോണൻസ് ആണുള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് മീൻസ് ബ്ലോക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുക. അപ്പോൾ സെറ്റ് ഓഫ് പ്രോഗ്രാംസിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ പറയുന്ന പേര് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ,
അപ്പോൾ ഫങ്ഷൻസ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് വരുന്നത് ത്രീ മേജർ ഫങ്ഷൻസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് വരുന്നത്. ഇറ്റ് കൺട്രോൾസ് ദി എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം, സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് പ്രോസസ്സിംഗ് ഓഫ് ദി കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ എക്സിക്യൂഷൻ, അതുപോലെ സ്റ്റോറേജ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുക, അതുപോലെ കമ്പ്യൂട്ടറിന് റിസോഴ്സസ് ആയിട്ടുള്ള CPU, IO, മെമ്മറി പോലെയുള്ള റിസോഴ്സസ് അതിനൊക്കെ എന്താ പറയുക പ്രോസസ്സ് ചെയ്യാനും കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷൻസാണ് ഈ ഒരു കാര്യം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സപ്പോർട്ട്സ് പ്രോഗ്രാം ഇൻ ദി ഫോം ഓഫ് യൂട്ടിലിറ്റീസ് ആൻഡ് ലൈബ്രറീസ് വിച്ച് പ്രൊവൈഡ് റൂട്ടീൻ സർവീസ് ഫംഗ്ഷൻ ഇസ് അലൈഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആൻഡ് യൂസേഴ്സ്. അതായത് യൂട്ടിലിറ്റീസ് ആൻഡ് ലൈബ്രറീസ്, അതായത് നമുക്ക് ഡെയിലി കമ്പ്യൂട്ടർ ഒരു ഡിവൈസാണ് അല്ലെ, ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പം നമ്മളത് ഓൺ ചെയ്യാനും അതുപോലെ അത് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ എന്ത് ടാസ്കിനാണോ കമ്പ്യൂട്ടർ ഓൺ ചെയ്തത് അത് എത്തുന്ന വരെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്തു നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു, എന്താ പറയുക കമ്പ്യൂട്ടർ വെൽക്കം എന്നൊക്കെ കാണിച്ചു, ഓപ്പണായി. അതിനുശേഷം നമ്മൾ എന്ത് ടാസ്കിലേക്കാണോ കിടക്കുന്നത് ആ ടാസ്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഉള്ള, അതായത് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന, ലൈബ്രറി മീൻസ് എന്താ, റെഡിമെയ്ഡായിട്ട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷനും ആരാ ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയറാണ്. അതായത് കമ്പ്യൂട്ടർ ഓപ്പണായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത് സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ചെയ്യുന്നത്. ഇൻ ദി ഫോം ഓഫ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേഷൻ ഓഫ് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സും ഡിവൈസ് ഡ്രൈവേഴ്സും യൂട്ടിലിറ്റീസാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് പറഞ്ഞു. അപ്പോൾ ഇതിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ മോഡലിൽ നമ്മൾ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനാണ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയാം. അപ്പോൾ അതായിട്ടും ആക്ട് ചെയ്യുന്നത് തന്നെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസ്സറായിട്ടും അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓരോന്ന് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കറിയാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനും യൂസർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി പ്രോഗ്രാം ദാറ്റ് ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. It manages the overall functioning of computer and execution of application programs along with others like CPU, memory, IO devices. Okay. അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുള്ളത്, ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാമാണ്. ഇത് യൂസർക്കും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കമ്പ്യൂട്ടറിൻ്റെ അപ്ലിക്കേഷൻ പ്രോഗ്രാംസിൻ്റെയും പിന്നെ കമ്പ്യൂട്ടറിൻ്റെയും ഓവറോൾ ഫങ്ഷനിങ്ങും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും, അതുപോലെ റിസോഴ്സസ് ആയിട്ടുള്ള CPU, മെമ്മറി, IO ഡിവൈസിൻ്റെ ഒക്കെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സൂപ്പർവൈസർ പ്രോഗ്രാം ബിക്കോസ് ഓഫ് ഇറ്റ്സ് സർവീസ് ഓഫ് ഇൻപുട്ടിംഗ് ദി പ്രോഗ്രാംസ് വിച്ച് ആർ നീഡഡ് ടു റൺ ഈച്ച് ആപ്ലിക്കേഷൻ ആൻഡ് ടു ഇൻക്രീസ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ക്യാപ്പബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 3 ബേസിക് പേർപ്പസാണുള്ളത്. ഇറ്റ് വർക്ക്സ് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദി യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, മേക്കിംഗ് ഈസിയർ ടു കോഡ്, ക്രിയേറ്റ് ആൻഡ് ഡീബഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓഫ് ദി സിസ്റ്റം. ഇത് യൂസറിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഇറ്റ് മാനേജസ് ദി കമ്പ്യൂട്ടേഴ്സ് റിസോഴ്സസ്. കമ്പ്യൂട്ടർ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ ഇറ്റ് ഇൻക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് സിസ്റ്റം റിസോഴ്സസ് ആൻഡ് കൺട്രോൾ ദി അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എമംഗ് ദി ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് യൂസേഴ്സ്. അതായത് ഒരുപാട് യൂസേഴ്സും ഒരുപാട് ടാസ്കുകളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ റിസോഴ്സസിനെ, അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ചിലപ്പോൾ CPU ആയിരിക്കും വേണ്ടത്, ഒരാൾക്ക് മെമ്മറി ആയിരിക്കും വേണ്ടത് റിസോഴ്സസ് ആയിട്ട്. അപ്പോൾ അതൊക്കെ, അതായത് ഒന്നും കൂടുതൽ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം എന്താണ്, മൾട്ടിപ്പിൾ യൂസേഴ്സും മൾട്ടി ടാസ്കിങ്ങിൻ്റെ അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആർക്ക് എപ്പോൾ എന്ത് കൊടുക്കണം എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഫങ്ഷൻസ് വരുന്നത് യൂസർ ഇൻ്റർഫേസ്,
പ്രോസസ് മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് യൂട്ടിലിറ്റീസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ. ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിൽ എന്താ പറയുക, നമ്മൾ പ്രോസസ്സിന് പകരം ജോബാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ജോബായിട്ടായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രോസസ്സ് വർക്ക് ചെയ്തിരുന്നത്. In this, user submits these jobs to the operating with the help of some offline devices like punched cards. ഓഫ്ലൈൻ ഡിവൈസസ് ആയിട്ടുള്ള പഞ്ച് കാർഡ്സ് പോലെയുള്ള എന്താ പറയുക, പണ്ട് കമ്പ്യൂട്ടറുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നതായിരുന്നു പഞ്ച് കാർഡ്സ്. അപ്പോൾ ആ പഞ്ച് കാർഡ്സ് വെച്ചിട്ടാണ് പ്രവർത്തിച്ചിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ആ പഞ്ച് കാർഡ് ഓപ്പറേറ്റർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേറ്റർ എന്താ പറയുക, അതിലുള്ള ഓരോ പ്രോഗ്രാമിനും ഫസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു 5 or 6 ജോബ് ഒരുമിച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക ഒരു പഞ്ച് കാർഡ്സിൽ. അപ്പോൾ ആ 5 or 6 ജോബും ഓരോന്നും ചെയ്ത് ഒന്ന് ചെയ്ത് ഒരാൾക്ക് CPU കൊടുത്ത് അയാളെ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്ക് എന്ത് കൊടുക്കുകയുള്ളൂ, CPU യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്, ഒരുപാട് ടൈം ലാഗിങ് അവിടെ വരും. എന്തൊക്കെ അവിടെ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ തിരുത്തി ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ എന്താ പറയുക, CPU idle time increases because of the variation of processing speed to different I/O devices. There's a limitation of no interaction between the user and the job. അതായത് ഒരാളുടെ വർക്കുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം യൂസറും ജോബും തമ്മിലൊരു ഇൻട്രാക്ഷൻ തന്നെ കുറയും. അപ്പോൾ പേറോൾ സിസ്റ്റത്തിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അത് ഒരുപാട് ജോബുകൾ ഒരു ബാച്ചാക്കി എടുത്തിട്ട് അപ്പോൾ ഓരോന്നിനും എന്താണ്, ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്ന്, അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. നെക്സ്റ്റ് വൺ, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ്സ് എ ഡാറ്റ പ്രോസസ്സിംഗ് മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേർ ദി ഫങ്ഷൻസ് ആർ പെർഫോംഡ് വിത്ത് ദി ടൈം കൺസ്ട്രെയിൻസ്. അതായത് ഒരുപാട് പ്രോസസ്സുകൾ ഒരുമിച്ച് ഒരു CPU യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടൈം വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് പ്രോസസ്സ് അതിന് ഒരു 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 5 മിനിറ്റേ ആ പ്രോസസ്സിന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 5 മിനിറ്റിന് ശേഷം മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുന്നതിനാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് വെരി ലെസ് റെസ്പോൺസ് ടൈം ടു റെസ്പോണ്ട് ആൻഡ് ഇൻപുട്ട് ആൻഡ് ഡിസ്പ്ലേ ഓഫ് റെക്കോർഡ് ഇൻഫർമേഷൻ. റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് നമുക്കൊരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്ന വരെ ഉള്ള ടൈം എന്ന് പറയുന്നത് എന്താണ്, വെരി ലെസ്സാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ദീസ് ആർ യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ്, മെഡിക്കൽ ഇമാജിംഗ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ കൺട്രോൾ സിസ്റ്റത്തിലൊക്കെയാണ് നമ്മൾ റിയൽ ടൈം OS യൂസ് ചെയ്യുന്നത്. 2 types ഓഫ് റിയൽ ടൈം OS ആണുള്ളത്. ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഹാർഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം ടേക്കൺ ബൈ എ ടാസ്ക് ക്യാൻ ബി ഗ്യാരണ്ടീഡ്. ഓരോ ടൈം പ്രവർത്തനം ചെയ്ത് തീർക്കാൻ ഉള്ള ടൈമും എന്താണ്, ഗ്യാരണ്ടീഡ് ആണ് എന്നാണ് പറയുന്നത്. അടുത്തത് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ഈസ് നോട്ട് ഗ്യാരണ്ടീഡ് ആൻഡ് ഗിവ്സ് പ്രയോറിറ്റി ടു ദി ടാസ്ക് അൺലെസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് ദി മൂവ്സ് ഓൺ ദി അതർ ടാസ്ക്. അതായത് ഇതിനെന്താണില്ല, ടൈം ഗ്യാരണ്ടി അല്ല. ആർക്കാണോ പ്രയോറിറ്റി അവരത് ആരാണോ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ കഴിഞ്ഞിട്ട് അടുത്ത ആൾ എന്നുള്ളതിലേക്കാണ് സോഫ്റ്റ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിൽ എന്താ പറയുക, ഒരുപാട് പ്രോസസ്സസ് ഉണ്ടെങ്കിൽ ഒരാൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾ എന്നുള്ള നിലക്ക്, അതായത് പെട്ടെന്ന് സൈമൾട്ടേനിയസ്ലി ഒരാൾ കയറുക, പെട്ടെന്ന് ജോബ് തീർക്കുക, അടുത്ത ആൾ, അങ്ങനെ ചെയ്യുന്നതിനാണ് ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സെയിം കമ്പ്യൂട്ടറിൽ ഒരുപാട് ആൾക്ക് അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യാം എന്നുള്ളതിനെയാണ് നമ്മൾ ടൈം ഷെയറിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്ക് ഒരുമിച്ച് ഇങ്ങനെ CPU മെമ്മറിയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ടൈം ഷെയറിങ് കൊണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിനും കുറഞ്ഞ ടൈമേ കൊടുക്കുള്ളൂ. അപ്പോൾ ആ ടൈമിനുള്ളിൽ പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ടാസ്ക് ചെയ്ത് തീർക്കാം. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഷെയറിംഗ് ഒക്കെ ഒരൊറ്റ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്നതിനാണ് ടൈം ഷെയറിംഗ് എന്ന് പറയുക കേട്ടോ. ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഓരോ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസസ് മൾട്ടിപ്പിൾ സെൻട്രൽ പ്രോസസ്സേഴ്സ് ടു സെർവ് മൾട്ടിപ്പിൾ യൂസേഴ്സ് വിത്ത് മൾട്ടിപ്പിൾ റിയൽ ടൈം ആപ്ലിക്കേഷൻ. അതായത് ഒരുപാട് പ്രോസസ്സറുകളും ഒരുപാട് യൂസേഴ്സും അതുപോലെ ഒരുപാട് റിയൽ ടൈം ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദി മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് വിച്ച് ആർ ഓൾസോ ടേംഡ് ആസ് നോഡ്സ് സൈറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈൻ ഓർ ടെലിഫോൺ ലൈൻസ്, ഹൈ സ്പീഡ് ബസ്സസ്. ഓക്കെ, ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസിലായിരിക്കും ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസോ അല്ലെങ്കിൽ ടെലിഫോൺ ലൈൻസോ ഹൈ സ്പീഡ് ബസ്സസോ വെച്ചിട്ട് അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് distributed operating system. The main objective of distributed system is to share the remote resources in a controlled manner. Remote resources അതായത് ഒരുപാട് ഡിഫറെൻറ്റ് ജിയോഗ്രഫിക്കൽ ഏരിയാസിലുള്ള റിസോഴ്സസ് ഒരു കൺട്രോൾഡ് മാനറിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് WWW, ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ് എക്സെട്ര. ഓക്കെ, ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും ഒക്കെ അതിന് എക്സാമ്പിൾസാണ്. ഇനി നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇൻ ദിസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ടിവിറ്റീസ് ഓഫ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആർ കോർഡിനേറ്റഡ് വയ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് വഴി മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ഡിസൈൻ ടു സപ്പോർട്ട് ആൻഡ് മാനേജ് പേഴ്സണൽ കമ്പ്യൂട്ടർ, വർക്ക് സ്റ്റേഷൻസ് ആൻഡ് സെർവർ കണക്ട് ടു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സെർവറുകൾ, വർക്ക് സ്റ്റേഷൻസ്, പേഴ്സണൽ കമ്പ്യൂട്ടറിൽ മാനേജ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതാണ് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈലിലുള്ള ആപ്പുകൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആപ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്സാപ്പ് ആണെങ്കിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചാറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വാട്സാപ്പ് യൂസ് ചെയ്യും. വേറെ എന്തെങ്കിലും ഒരു ആപ്പ് എടുക്കുക, ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ്, ആ ടൈം നോക്കാനും അലാം സെറ്റ് ചെയ്യാനും വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണിത് ക്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഗാലറി എന്തിനുള്ളതാണ്? നമ്മളെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തും ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗാലറി. അപ്പോൾ ഓരോന്നിനും എന്തുണ്ട്, ഒരു സ്പെസിഫിക്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ജിമ്പ് എന്തിനുള്ളതാണ്? ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് എഡിറ്റിങ്ങിനുള്ളതാണ്. അപ്പോൾ VN നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, VN വീഡിയോ ആൻഡ് ഇമേജ് എഡിറ്റിങ്ങിനുള്ളതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു സ്പെസിഫിക് ടാസ്ക് അതിനുണ്ട്. എന്തെങ്കിലും ഒരു പേർപ്പസ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ്വെയർ നമ്മൾ പറയുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ടേം ആൻഡ് എൻഡ് യൂസേഴ്സ് പ്രോഗ്രാം ഈസ് ഗിവൺ ടു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസേജ് ആൻഡ് ഈസ് ടു provides to its user in the form of a different application. Application software is a set of program which enhances the overall functioning of computer system. The end users are being provided with application like word processor, database programs, presentation programs, spreadsheets etc. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വേർഡ് പ്രൊസസ്സർ നമ്മൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡാറ്റാബേസ് പ്രോഗ്രാംസ്, പ്രസൻറ്റേഷൻ പ്രോഗ്രാംസ്, സ്പ്രെഡ്ഷീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നത്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ നമ്മൾ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറും അതുപോലെ സ്പെഷ്യൽ പർപ്പസ് സോഫ്റ്റ്വെയറും. ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലായിട്ട്, അതായത് വേർഡ് പ്രോസസ്സർ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ സ്പ്രെഡ്ഷീറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അത് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മൾ ജനറൽ പർപ്പസ്, അതിനൊരു സ്പെസിഫിക് ടാസ്ക് ഒന്നുമില്ല. അതായത് നമ്മൾ ഇപ്പോൾ വേർഡ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് റെഡിയാക്കാനായിരിക്കും, ലെറ്ററോ എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനായിരിക്കും, ഒന്നില്ലെങ്കിൽ നമുക്ക് അസൈൻമെൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനായിരിക്കും. ഇപ്പോൾ ജനറലായിട്ടുള്ള യൂസേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർ. Such software is being developed after keeping in mind of basic requirement of general users at large. ഓക്കെ, അതായത് MS വേർഡ്, എക്സൽ, പവർ പോയിൻ്റ്, ടാലി ഇതൊക്കെയാണ് നമ്മൾ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്.
സം ഓഫ് ദി ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആർ വേർഡ് പ്രോസസ്സിംഗ്, MS വേർഡും ആപ്പിൾ വർക്ക്സും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ MS എക്സലും കോഡ്ര ലോട്ടസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ MX ആക്സസും ഫയൽ മേക്കർ പ്രോയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഫോട്ടോഷോപ്പ്, MS പെയിൻറ്റ്, അഡോബ് ഫോട്ടോഷോപ്പ് എന്നൊക്കെ പറയും. മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ആണെങ്കിൽ VLC പ്ലെയർ, വിൻഡോസ് മീഡിയ പ്ലെയർ. വെബ് സീരീസ് സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്രൈം വീഡിയോ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ടാലി, ബിസി, ടർബോ ടാക്സ്. ബാങ്കിങ് സോഫ്റ്റ്വെയറിൽ പ്യൂപ്പിൾ സോഫ്റ്റ്, ഫിനക്കിൾ ആൻഡ് സാപ്പ് AG. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുന്നത്.